മതസൗഹാർദ്ദത്തിന്റെ സംഗമഭൂമിയായി പാപ്പിനിശ്ശേരിയിലെ 3 പെറ്റുമ്മ മകാമുറൂസ് ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ. ചരിത്രപ്രസിദ്ധമായ പാപ്പിനിശ്ശേരി 3 പെറ്റുമ്മ മകാമുറൂസിന് തുടക്കമായി. 3 പെറ്റുമ്മ പള്ളി പേരിൽ തന്നെ അതിശയം ഇത്തിരി അധികമുണ്ട്. വടക്കേ മലബാറിലെ ഈ പള്ളിക്ക് ജാതിമത ചിന്തകൾക്കും ആചാരങ്ങൾക്കും അതീതമായി തേടിയെത്തുന്നവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന 3 പെറ്റുമ്മ പള്ളി പാപ്പിനിശ്ശേരിയിലാണ്. അതിരുകളില്ലാത്ത ജാതിമത സ്നേഹത്തിൻ്റെയും ഇന്നും നിലനിൽക്കുന്ന അടയാളമായ ഇവിടം ആയിരക്കണക്കിന് വിശ്വാസികൾ തേടിയെത്തുന്ന പുണ്യകേന്ദ്രമാണ്. നമ്മുടെ വർത്തമാന ഇന്ത്യയിൽ ജാതിയെയും മതത്തെയും വേർതിരിച്ചുകൊണ്ട് തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ എല്ലാവരും ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരു നാടിൻ്റെ ഉത്സവം പോലെ പാപ്പിനിശ്ശേരിക്കാരുടെ അഭിമാനമായ ഒരു ഉറുസാണ് കാട്ടിലെ പള്ളി ഉറുസ്. ഇന്നലെ ഉച്ചയ്ക്ക് പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയോടുകൂടിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്നലെ രാത്രി വിവിധ പരിപാടികളുണ്ടായിരുന്നു. ഇന്നുച്ചയ്ക്ക് ഏകദേശം 3000-ഓളം പേർക്കുള്ള അന്നദാനം, പച്ചക്കറി ബിരിയാണി വിതരണം ചെയ്തു. നാളെ ഉച്ചയ്ക്ക് ഏറ്റവും വലിയ ചക്കരച്ചോറെന്ന് പറയും, അത് ചക്കരക്കഞ്ഞി, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു ഐതിഹ്യവും ഈ നേർച്ചയുടെ ഏറ്റവും വലിയ പുണ്യമായ ഒരു ശീരണി എന്ന് പറയും. അത് ഏകദേശം നാളെ രാവിലെ 8:30 അതിന് പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ അത് വിതരണം ചെയ്യും. മറ്റന്നാളെയാണ് സമാപന സമ്മേളനം സമസ്തയുടെ സമുന്നത നേതാവ് ഉമ്മർ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും. 3 പെറ്റുമ്മ പള്ളിയിലെ ഏറ്റവും വിശുദ്ധമായ നേർച്ചകളിലൊന്നാണ് തുണിയും ചന്ദനത്തിരിയും ഇവിടുത്തെ ഖബറിടത്തിൽ സമർപ്പിക്കുന്നത്. പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങുക മാത്രമല്ല ഇവിടുത്തെ ആചാരം. കരിമ്പ്, ഹൽവ, ഈത്തപ്പഴം തുടങ്ങിയവ വാങ്ങിക്കൊണ്ടു പോകുക എന്നതും ഇവിടുത്തെ വിശ്വാസത്തിൻ്റെയും നേർച്ചയുടെയും ഒരു ഭാഗം കൂടിയാണ്. വീടുകളിലേക്കുള്ള സാധനങ്ങൾ ഇവിടുത്തെ നേർച്ചക്കാലത്ത് ചന്തയിൽ നിന്നും വാങ്ങാൻ കാത്തിരുന്ന കാലമുണ്ടായിരുന്ന ഒരു പാരമ്പര്യം പോലും കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുന്നവർക്കും ചക്കരച്ചോറ് വിതരണവും ചെയ്യാറുണ്ട്. ശരിയായ പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് പലർക്കും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത് വെച്ചാൽ, കുട്ടികളില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ പലരും, അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു വേർതിരിവില്ലാതെ, നിങ്ങൾക്ക് കാണാം, ഒരു യൂട്യൂബർ എന്ന നിലയിൽ പല ഹൈന്ദവ സ്ത്രീകളും ഹൈന്ദവ സഹോദരങ്ങളും പള്ളി സന്ദർശിക്കുകയും ആരും അവരെ തടയോ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ വളരെ വന്ന് അവരുടെ പ്രാർത്ഥിച്ച, അവരുടെ മക്കൾക്ക് കുട്ടികളില്ലാത്തതായിരിക്കാം, വല്ല പ്രയാസങ്ങളായിരിക്കാം, അവർ വരുമ്പോൾ അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് 3 പെറ്റുമ്മയാണ്. ഇവിടെ വന്ന് പറഞ്ഞ് അത് സാഫല്യമായാൽ ഉറൂസിന് വന്ന് അവരുടെ നേർച്ചയുടെ കുട്ടികളില്ലാത്തവർക്ക് നമ്മുടെ ബേബി സെറ്റ് ഉണ്ട്, അത് ഓരോ ഇതുണ്ട്, വെള്ള തുണിയുണ്ട്, അതുപോലെ മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ചെയ്ത് സംതൃപ്തിയോടുകൂടി ആൾക്കാർ മടങ്ങിപ്പോയി. കേരളത്തിൽ തന്നെ മതമൈത്രി സംഗമ ആരാധനാലയങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കാട്ടിലെ പള്ളിക്കുള്ളത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഉറൂസ് ആഘോഷവേളകളിൽ ഇവിടെ ഒത്തുകൂടുന്നു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പാപ്പിനിശ്ശേരി കാട്ടിലെ പള്ളിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ.